ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദ് ഗൂഡല്ലൂർ നമ്മളെ വിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ വിവരം സർവരെയും വേദനിപ്പിച്ചു. 3 ചെറിയ കുട്ടികളാണ് ഉസ്താദിനുള്ളത്. അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ. ഇന്നലത്തെ പ്രഭാഷണം കഴിഞ്ഞ് ഇന്ന് സുബഹിൻ്റെ നേരത്ത് 4 മണിക്കാണ് ഉസ്താദ് തൻ്റെ വീട്ടിലെത്തുന്നത്. 4 മണിക്ക് വീട്ടിലെത്തിയ ഉസ്താദ് ഒന്ന് കിടന്നു. സുബഹി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ ശേഷം നമസ്കാര ശേഷം ഉസ്താദ് വീണ്ടും ഒന്നുകൂടെ അവിടെ കിടന്നു. അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന ഉസ്താദ് പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, ഒരു വേദന പോലെ എന്ന് പറഞ്ഞു. കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഉസ്താദിന് എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉസ്താദ് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഉസ്താദിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോഴാണ് ഉസ്താദ് വീട്ടിൽ നിന്ന് തന്നെ മരണപ്പെട്ട വിവരം അറിയുന്നത്. വളരെ സൽസ്വഭാവിയും പുഞ്ചിരിച്ചല്ലാതെ ഉസ്താദ് ആരോടും സംസാരിക്കില്ലായിരുന്നു. ഏതു വേളയിലും അള്ളാഹുവോടുള്ള ഭയഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ്. ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളു തുറക്കുന്ന തരത്തിലുള്ളതാണ്. അത് കേട്ടവർക്കെല്ലാം തന്നെ വ്യക്തമായി അറിയാനും സാധിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഉസ്താദ് യാത്രയായി. എല്ലാവരും ഉസ്താദിനെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമേ. 3 ചെറിയ കുട്ടികളാണ് ഉസ്താദിനുള്ളത്. മൂത്ത കുട്ടിക്ക് 9 വയസ്സായിട്ടുള്ളൂ ഇപ്പോഴും. ഉസ്താദിൻ്റെ വിയോഗത്തോടു കൂടി കുട്ടികൾക്കും ഭാര്യയ്ക്കുമെല്ലാം വലിയ വേദനയായിരിക്കും അത് സമ്മാനിച്ചത് എന്നറിയാം. പക്ഷേ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയല്ലേ പറ്റുകയുള്ളൂ. അള്ളാഹുവിന് വളരെയേറെ പ്രിയപ്പെട്ടവരെ അവൻ എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. വേദനകളിൽ നിന്ന് കുടുംബത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ശഹനം ലഭിക്കട്ടെ. ഉസ്താദിൻ്റെ ബർസക്കിയ ജീവിതവും അള്ളാഹു റാഹത്തിലാക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയസംബന്ധമായി വളരെ ഗഹനമായി സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും ഇൽമുകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട ഹാഫിദ് മസൂദ് സഖാഫി. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിന് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ്. ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു. പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു. അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി. പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവതരകനെയുമാണ് നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാണ്. അതിനായ റബ്ബിൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. ഈ ഷഅബാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഖളാവും തീരുമാനവുമാണ്. ഷഅബാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അള്ളാഹ്. സ്വർഗത്തിൻ്റെ വീടാക്കണേ അള്ളാഹ്. എല്ലാ നിലക്കുള്ള മഗ്ഫിറത്തും റഹ്മത്തും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും, ചെറിയ മക്കളായിരിക്കും, എല്ലാവർക്കും അങ്ങേയറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ കൽബിൽ നീ ഇട്ടുകൊടുക്കണേ അള്ളാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇൻഷാ അള്ളാഹ് ഖുർആനും ദിക്റുകളുമെല്ലാം ഹദിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അള്ളാഹ് മദനിയത്തിൽ പ്രത്യേകമായ ദുആ ഉണ്ടാകും. അള്ളാഹു നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.